വെൽക്കം ടു കിച്ചൺ ഡയറീസ്. കിച്ചൺ ഡയറീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വാദിഷ്ടമായ പഴംപൊരിയാണ്. നല്ല ടേസ്റ്റി പഴംപൊരിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർക്കുക. മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർക്കുക. 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുക. ഒരു പിഞ്ച് ഉപ്പും 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കാർഡമം പൊടിച്ചത് കൂടി ചേർത്തിട്ടുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്തതാണ്. കാർഡമം ഓപ്ഷണലാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ മാവ് നന്നായി മിക്സ് ചെയ്തെടുക്കുക. 1.5 കപ്പ് മൈദയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് 1.25 കപ്പും 2 സ്പൂൺ കൂടി അധികം വെള്ളം ചേർത്തിട്ടുണ്ട്. മാവ് നന്നായി ലൂസായി പോകാൻ പാടില്ല. കാരണം ഒന്ന് പൊതിഞ്ഞ് വരുന്ന വിധത്തിൽ വേണം. അധികം കട്ടിയാവാനും പാടില്ല. ഈ കൂട്ടിലേക്ക് ഞാൻ ദോശയുടെ മാവ് 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന പഴംപൊരി അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. മാവില്ലെങ്കിലും വിഷമിക്കേണ്ട, ബാക്കിയുള്ള ബാറ്റർ ചേർത്ത് നമുക്ക് നല്ല പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 പഴമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പഴം 5 പീസാക്കി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം പഴമെല്ലാം സ്ലൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞാനായിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് ചൂടായതിന് ശേഷം ഈ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി ഈ ബാറ്ററിൽ മുക്കി ഓയിലിലേക്ക് ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി 2 വശവും തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പഴംപൊരി നന്നായി പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ പഴംപൊരിയുടെ ഭംഗി പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള പഴവും കൂടി നമ്മൾക്ക് ഇങ്ങനെ ഓരോന്നായി ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ്. 2 ഭാഗവും നന്നായി മാവ് കോട്ട് ചെയ്തതിന് ശേഷം ഓയിലിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചെറുതായി നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇങ്ങനെ ബാക്കിയുള്ള പഴവും കൂടി മാവിൽ ചേർത്ത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പഴംപൊരി എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ